ഐശ്വര്യത്തിൻ്റെ മൂലാധാരമാണ് ശ്രീദേവി. സന്ധ്യാനാമജപം മുഴങ്ങുന്ന ഭവനങ്ങളിൽ ശ്രീദേവി സാന്നിധ്യമുണ്ടായിരിക്കും. ഉയർച്ചയും ഐശ്വര്യവും ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നവർ ലക്ഷ്മി ദേവിയുടെ അംശകലാവതാര രൂപമായ ശ്രീദേവിയെ ഉപാസിക്കണം. ഒരിക്കൽ കുബേരൻ ദേവിയെ പൂജിക്കാതിരുന്നതിനാൽ തൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ട് ദാരിദ്ര്യക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് കുബേരചരിതത്തിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ ശ്രീദേവിയുടെ മറ്റൊരു രൂപമായ ലങ്കാലക്ഷ്മി രാവണന്റെ അനുചിതമായ പ്രവൃത്തികൾ മൂലം രാജ്യം ഉപേക്ഷിച്ചു പോയ കഥയും പ്രസിദ്ധമാണ്. ചീത്ത വാക്ക്, ചീത്ത മനസ്സ്, ചീത്ത വിചാരം എന്നിവ ശ്രീദേവിയെ ഉപാസിക്കുന്നവർക്ക് പാടില്ല. പണ്ഡിത പാമര ദരിദ്ര ധനിക ഭേദങ്ങളില്ലാതെ അനുഗ്രഹം ചൊരിയുന്നവളാണ് താമരവാസിനിയായ ദേവി. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ദേവിയെ ഉപാസിച്ചു വന്നിരുന്നു. തൻ്റേതല്ലാത്ത കാരണത്തിൽ അയാൾ രാജകോപത്തിനിരയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കാരാഗൃഹത്തിലുമായി. അന്നു മുതൽ രാജ്യത്ത് പല അനർത്ഥങ്ങളും കണ്ടു തുടങ്ങി. രാജഗൃഹത്തിലെ ഭണ്ഡാരം കവർച്ച ചെയ്യപ്പെട്ടു. അന്തപുരത്തിലും കള്ളൻ കടന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് ദേവന് ചാർത്തുന്ന ആഭരണങ്ങളും വിലപിടിപ്പുള്ള പൂജാ സാമഗ്രികളും മോഷണം പോയി. പല ഭവനങ്ങളും അഗ്നിക്കിരയാവുകയും വൻതോതിൽ വിളനാശമുണ്ടാവുകയും ചെയ്യുക കൂടിയായപ്പോൾ രാജാവ് ഭയപ്പെട്ടു. ഇത്തരം ദുർലക്ഷണങ്ങൾക്ക് കാരണമെന്തെന്ന് രാജാവ് രാജപുരോഹിതനോട് ചോദിച്ചു. പുരോഹിതനാകട്ടെ ദീർഘമായ പ്രശ്നവിധികൾക്ക് ശേഷം ഇപ്രകാരം അറിയിച്ചു: രാജശ്രീ ഇപ്പോൾ തടവിലാണ്. ഐശ്വര്യദേവതയായ ശ്രീദേവിയുടെ ഉപാസകനായ ഒരു ബ്രാഹ്മണൻ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ടല്ലോ. അയാൾ നിരപരാധിയാണെന്നാണ് പ്രശ്നവശാൽ കാണുന്നത്. രാജശ്രീയും അയാളോടൊപ്പം ഈ കാരാഗ്രഹത്തിൽ കഴിയുകയാണ്. അതിനാലാണ് രാജ്യത്ത് എല്ലാ വിപത്തുകളും ഉണ്ടാകുന്നത്. ഇത് കേട്ട രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലായി. അദ്ദേഹം താൻ അകാരണമായി തടവിലാക്കിയ ബ്രാഹ്മണനെ മോചിപ്പിച്ചു. അതോടുകൂടി ദുർനിമിത്തങ്ങൾ കരുതി വരികയും രാജ്യം വീണ്ടും പ്രതാപ ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു.